രുധിരം നവാഗതനായ ജിഷോ ലോൺ ആന്റണി സംവിധാനം ചെയ്ത് രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ ഈ മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒറ്റ വാക്കിൽ ഒരു ഡീസന്റ് സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലറാണ് ഈ പടം. ത്രില്ലർ ലവേഴ്സിന് ധൈര്യമായിട്ട് കാണാവുന്ന സിനിമയാണ്. ചില്ലറ സ്പോയിലേഴ്സ് എങ്ങാനും വന്നാലോ എന്ന് കരുതിയാണ് ആദ്യമേ ഞാനിത് പറഞ്ഞത്. ഞാൻ മനഃപൂർവ്വം സ്പോയിലേഴ്സ് വരുത്തുന്നില്ല. സ്റ്റിൽ എങ്ങാനും വന്നു പോയെങ്കിലോ. സോ നിങ്ങൾ ഇനിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾ പടം കണ്ടതിന് ശേഷം കണ്ടാലും മതി. ഡോക്ടർ മാത്യു എന്ന വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെയും ഒരു ഭീകരമായ സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്വാതി എന്ന യുവതിയുടെയും അവളുടെ നായയുടെയും കഥയാണ് ഈ സിനിമ എന്ന് പറയാം. സ്പോയിലർ ഒന്നും അല്ല ഇത് ട്രെയിലർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ട്രെയിലറും ടീസറും ഒക്കെ കണ്ടിട്ടുള്ള ആർക്കും ഊഹിക്കാവുന്ന കാര്യമാണ്. മഴ മറന്നാലും മരം മറക്കില്ല എന്നൊരു വാചകം കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ഇതിൽ നിന്ന് തന്നെ പടം എന്താണ് മുഴുവനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഒത്തിരി സ്പാനിഷ് അല്ലെങ്കിൽ കൊറിയൻ അല്ലെങ്കിൽ വിദേശ ത്രില്ലേഴ്സ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഇതിന്റെ തീമും സിറ്റുവേഷനും ഒക്കെ വളരെ പരിചിതമായിട്ട് തോന്നും. മലയാളത്തിൽ അങ്ങനെ അധികം വരാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നാൽ ഇത്. അതേസമയം ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഹിറ്റ് മലയാളം സിനിമയുടെ പ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം, സിറ്റുവേഷൻസ് ഒക്കെ ഏകദേശം കുറച്ച് സാമ്യം ഉണ്ടെന്ന് വേണമെങ്കിലും പറയാം. എല്ലാ കാര്യങ്ങളെയും വെളുപ്പിലും കറുപ്പിലും കാണാൻ കഴിയില്ല. ജീവിതത്തിൽ മൂന്നാമതൊരു നിറം കൂടി ഉണ്ട്. അതാണ് ചോരയുടെ നിറമായ ചുവപ്പ് എന്നതാണ് രുധിരം പറഞ്ഞു വെക്കുന്നത്. രുധിരം എന്ന വാക്കിന്റെ അർത്ഥം ചുവപ്പ്, ചോര എന്നൊക്കെയാണല്ലോ. വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള, എൻഗേജിംഗ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു തിരക്കഥയാണ് പടത്തിന്റെ ആദ്യത്തെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. അനാവശ്യമായിട്ടുള്ള പാട്ടുകളോ കാര്യങ്ങളോ ലാഗോ അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലെ ചില സീൻസ് ഒക്കെ നന്നായിട്ട് ടെൻഷൻ ബിൽഡിംഗും ആയിരുന്നു. നല്ല പെർഫോമൻസുകളും പടത്തിന്റെ പോസിറ്റീവ് തന്നെയാണ്. കന്നഡയിലെ മികച്ച നടൻ കൂടിയായ രാജ്ബി ഷെട്ടിയെ നമ്മൾ ടർബോ, കൊണ്ടൽ തുടങ്ങിയ മലയാള സിനിമകൾ ഈ വർഷം കണ്ടു എന്നെങ്കിലും അതിലൊക്കെ സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു. ഇതിലൊരു മുഴുനീള ക്യാരക്ടറാണ്. കിടു പെർഫോമൻസ് ആയിരുന്നു. ഡോക്ടർ മാത്യു ഗ്രേസി എന്ന ഒരു ക്യാരക്ടറിന്റെ പേരിന്റെ ഉൾപ്പെടെയുള്ള പ്രത്യേകതയും ആ കഥാപാത്രത്തിന്റെ വിവിധ ഷെയ്ഡുകളും ഒക്കെ നല്ല കിടുക്കനായിട്ട് രാജ്ബി ഷെട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. സ്വാതിയായി വന്ന അപർണയുടെ ഇതുവരെ കാണാത്ത എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു മുഖവും നമുക്ക് ഈ പടത്തിൽ കാണാൻ കഴിയും. നിസ്സഹായതയിൽ നിന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു പോരാട്ടത്തിന്റെ ആ ക്യാരക്ടറിനുണ്ടാകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ അപർണ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മെമ്പർ വർഗീസ് ആയിട്ട് വന്ന കുമാരദാസ് ടി എൻ, അമ്മയായിട്ട് വന്ന ഉമ കെ പി, ഡോക്ടർ നരേന്ദ്രനായിട്ട് വന്ന രമേശ് വർമ്മ എന്നിവരുടെ പെർഫോമൻസും എടുത്തു പറയണം. ഒപ്പം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയാനുള്ളത് ഇതിലെ പീക്കു എന്ന ഒരു പട്ടിക്കുട്ടിയും പിന്നെ ഒരു എലിയും ഉണ്ട്. രണ്ടുപേരും പടം കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പി കെ ബാബു, രമ്യ വത്സല, അലൻ പ്രാക്ക് തുടങ്ങിയവരും പടത്തിലുണ്ട്. ടെക്നിക്കൽ സൈഡിലും മികച്ച ഒരു സിനിമ തന്നെയാണിത്. ആ ഒരു ഹൈ റേഞ്ച് മേഖലയുടെ ഭംഗി, കാട്, മഴ, മഞ്ഞ് ഇതൊക്കെയുള്ള വിഷ്വൽസ് പടത്തിന്റെ ആ ഒരു മിസ്റ്ററി മൂഡിന് കറക്റ്റ് ആയിരുന്നു. സജാദ് കുക്കുവാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഭവൻ ശ്രീകുമാറിന്റെ എഡിറ്റിംഗും നൈസാണ്. മ്യൂസിക് ടീമാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. BGM കഥയ്ക്ക് ചേരുന്ന വിധത്തിൽ ത്രില്ലിംഗ് ആയിരുന്നു. ഇത്തരം പടങ്ങളിലെ സൈക്കോ ക്യാരക്ടറിനെ ന്യായീകരിക്കുന്ന ക്ലീഷേ ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഈ പടത്തിലും ഉണ്ട് കേട്ടോ. ആ കാരണമൊക്കെ വളരെ റിലവന്റ് ആണ്. അങ്ങനെ ചെയ്യുന്നവരെ ഇത്രയൊന്നും ചെയ്താൽ പോരാ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സ്റ്റിൽ ആ ക്യാരക്ടർ സൈക്കോ ആണ് എന്നതിന് ഒരു സിമ്പതിയും തന്നെ അർഹിക്കുന്നില്ല. ഒപ്പം ഇത്തരം തീമുള്ള മിക്ക പടങ്ങളിലെയും പല സിറ്റുവേഷൻസും ഈ പടത്തിലും ഉണ്ടെന്ന് പറയാം. സോ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് കൊറിയൻ, സ്പാനിഷ് അല്ലെങ്കിൽ വിദേശ സൈക്കോ ത്രില്ലർ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇത് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് മലയാളത്തിൽ അങ്ങനെയൊക്കെ കാണിക്കുന്നല്ലോ, നമ്മുടെ ഈ ഒരു പ്രദേശവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കഥ കൊണ്ടുവന്നല്ലോ എന്ന ഒരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലൈമാക്സിലെ ആക്ഷൻ സീനുകൾ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് മിക്കവർക്കും ഇതിലെ ചിലപ്പോൾ ഈ ആക്ഷൻ രംഗങ്ങളായിരിക്കും ഇഷ്ടപ്പെടാതെ വരാനുള്ള സാധ്യതയുള്ളത്. ഇപ്പോൾ ആണിനെ പെണ്ണ് തല്ലി എന്ന ഒരു ജെൻഡർ ഈഗോയിൽ അങ്ങനെ കരയില്ലേ മാഷ, ഇറ്റ്സ് സോ ചീപ്പ്. നിങ്ങളെന്താ 70കളിലുള്ള വല്ല കാർന്നോമാരുമാണോ? അതും ഒരു സൈക്കോയെ തല്ലുന്നതിനെയൊക്കെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ആകമത്തൻ ടോട്ടലിൽ ഒരു കിടിലൻ സൈക്കോളജിക്കൽ ത്രില്ലർ പ്ലസ് സർവൈവൽ ത്രില്ലർ ആണ് ഈ സിനിമ. നൈസ് ആയിട്ട്, സ്റ്റൈലിഷ് ആയിട്ട് തന്നെ അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പടത്തിന് ആക്ച്വലി ആളൊക്കെ തീരെ കുറവായിരുന്നു. സോ ഹിറ്റ് ആകുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. കുറെ കാലം കഴിഞ്ഞ് ചിലപ്പോൾ അണ്ടർറേറ്റഡ് ത്രില്ലർ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പറയാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വരാൻ ഇടവരുത്തരുത്. നിങ്ങൾ പടം തിയേറ്ററിൽ പോയി കാണുക. സൈക്കോളജിക്കൽ ത്രില്ലർ ലവേഴ്സിന് ഈ സിനിമ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 മണിക്കൂർ 4 മിനിറ്റാണ് പടത്തിന്റെ ദൈർഘ്യം. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.